സാർ, അടുത്തതായി ശ്രീ ചന്ദ്രശേഖരൻ, അങ്ങേക്ക് 11 മിനിറ്റ് സംസാരിക്കാവുന്നു. സാർ, ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന സാർ ടി പി രാമകൃഷ്ണൻ്റെ ഉപക്ഷേപത്തിനെ ഞാൻ അനുകൂലിക്കുന്നു. സാർ, ഐക്യരാഷ്ട്രസഭയുടെ ലോക ദാരിദ്ര്യ വിവര പട്ടിക പുറത്തു വന്നത് 2025 നവംബറിലാണ്. 110 കോടി അതിദരിദ്രർ ലോകത്തുണ്ടെന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. സാർ, അതിൻ്റെ 24.32 കോടി ജനങ്ങൾ ഇന്ത്യയിലാണ്. ഈ റിപ്പോർട്ട് മറ്റൊരു കാര്യം കൂടി വ്യക്തമാക്കുന്നു: ലോകത്തെ ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ള രാജ്യം ഇന്ത്യയാണ് എന്ന്. സാർ, ദാരിദ്ര്യം ഇല്ലാതാക്കുമെന്നത് അരനൂറ്റാണ്ട് മുമ്പ് തന്നെ കോൺഗ്രസ് ഗവൺമെൻറ് പ്രഖ്യാപിച്ചാണ്. ഗരീബി ഹഠാവോ 2014 BJP അവതരിപ്പിച്ച പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളിൽ 1/3 നടന്നിരുന്നെങ്കിൽ ഇപ്പോൾ രാജ്യത്തെ ദാരിദ്ര്യം ഇല്ലാതാകുമായിരുന്നു സാർ. എന്നാൽ അതുണ്ടായില്ല. സാർ, അതിനെ തുടർന്ന് നമുക്കറിയാം, ഈ സ്ഥിതി നിലനിൽക്കുന്ന രാജ്യത്താണ് ചെറിയൊരു സംസ്ഥാനമായ കേരളം അതിദരിദ്രയില്ലാത്ത ചരിത്ര നേട്ടം ഇപ്പോൾ നേടിയിരിക്കുന്നത്. ഇതൊരു സുപ്രഭാതത്തിൽ സംഭവിച്ചതല്ല. അതിൻ്റെ അടിവേരുകൾ ചെന്ന് നിൽക്കുന്നത് സാർ 1957 ആദ്യ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് കാലത്ത് സർക്കാർ ആരംഭിച്ച പ്രവർത്തനത്തിൻ്റെ തുടർച്ചയായിരുന്നു. 69 വന്ന C. അച്യുതമേനോൻ്റെ നേതൃത്വത്തിൽ ഈ വഴിയിൽ വളരെയേറെ മുന്നോട്ട് പോയി എന്നത് നമുക്കറിയാവുന്ന കാര്യമാണ് സാർ. തുടർന്ന് വന്ന LDF സർക്കാരുകളെല്ലാം ഇത് വലിയ സംഭാവന ചെയ്തിട്ടുണ്ട്. 2021 അധികാരമേറ്റ ശേഷം പിണറായിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിൻ്റെ ആദ്യ തീരുമാനമായിരുന്നു സംസ്ഥാനത്തെ അതിദാരിദ്ര്യം ഇല്ലാതാക്കുക എന്നത്. സാർ, ഈ വാഗ്ദാനം പാലിക്കപ്പെട്ടിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ എല്ലാവർക്കും വീട് എന്നത് കേരളത്തിൻ്റെ ഒരു സ്വപ്നമായിരുന്നു. 1970കളിൽ ഭവന നിർമ്മാണ മന്ത്രി കൂടിയായിരുന്ന എം ഗോവിന്ദൻ നായർ ലക്ഷം വീട് പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ അത് വിജയിക്കും എന്ന പ്രതീക്ഷ പൊതുവിലുണ്ടായിരുന്നില്ല. എന്നാൽ അത് യാഥാർത്ഥ്യമായി എന്ന് നമുക്കറിയാം. സാർ, തുടർന്ന് വന്ന സർക്കാരുകൾ കുറച്ചൊക്കെ ഈ രംഗം ശ്രദ്ധിച്ചു. എന്നാൽ 2016 അധികാരത്തിൽ വന്ന LDFൻ്റെ ഗവൺമെൻറ്റാണ് ലൈഫ് പദ്ധതി പ്രഖ്യാപിച്ച് അത് ഇവിടെ പ്രാവർത്തികമാക്കി മുന്നോട്ട് പോയത്. സാർ, ഇതിൻ്റെ ഭാഗമായി ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 31 വരെ 4,62,412 പേർക്കാണ് പുതുതായി വീട് ലഭിച്ചത്. ഇനി സ്വന്തമായി വീടില്ലാത്ത 3 ലക്ഷത്തോളം ആളുകളുണ്ട്. അവർക്ക് കൂടി വീടുണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് LDF. സാർ, 1957 കേരളത്തിൽ 9% പേർക്ക് മാത്രമേ സ്വന്തമായി ഭൂമി ഉണ്ടായിരുന്നു. അതാകട്ടെ വരേണ്യവർഗത്തിൻ്റെ കൈവശമായിരുന്നു. അന്ന് നടപ്പിലാക്കിയ കുടിയൊഴിപ്പിക്കൽ എതിരായ നിയമം 1970 നടപ്പാക്കിയ ഭൂപരിഷ്കരണ നിയമവുമെല്ലാം കേരളത്തിൽ മൗലികമായ മാറ്റങ്ങൾ കൊണ്ടുവന്നു. സർ, ഇന്ന് കേരളത്തിൽ 97% പേർ ഭൂമിയുടെ ഉടമകളാണ്. സ്വന്തമായി ഇവർക്കെല്ലാം ഭൂമിയുണ്ട്. 2016 LDF വാഗ്ദാനം ചെയ്തതുപോലെ കാര്യങ്ങൾ നടന്നു. 9.5 വർഷങ്ങൾക്കുള്ളിൽ 3,57,868 പേർക്ക് പട്ടയം നൽകിയ സർക്കാരാണ് സർ ഇത്. ഇതിൻ്റെ 1/3 നേട്ടമെങ്കിലും കൈവരിക്കാൻ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിനും ഇതുവരെ സാധിച്ചിട്ടില്ല എന്നതാണ് വസ്തുത. സർ, 1957 എഴുതാനും വായിക്കാനും അറിയുന്നവർ കേരളത്തിൽ 20% മാത്രമായി. സാർവത്രിക വിദ്യാഭ്യാസത്തിന് അനുഗുണമായ വിദ്യാഭ്യാസ നടപടികളും നമ്പൂതിരിപ്പാടിൻ്റെ ഗവൺമെൻറ് കൊണ്ടുവന്നു. വിദ്യാഭ്യാസ രംഗത്തെ മാറ്റവും മുന്നേറ്റവും നമ്മുടെ നാടിനെ പുതിയ 100%ത്തിലേക്ക് ഇന്ന് എത്തിച്ചിരിക്കുകയാണ്. 100% സാക്ഷരരായ ആളുകളാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത്. പൊതുവിദ്യാഭ്യാസ മേഖലയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി 9.5 വർഷത്തിനിടെ 5,000 കോടിയിലധികം രൂപയാണ് ചെലവഴിച്ചത്. സാർ, LDF സർക്കാർ ചെലവഴിച്ച ഈ സംഖ്യയ്ക്ക് പുറമെ കിഫ്ബി വഴി അതാണ് നടപ്പാക്കി. കിഫ്ബി വഴി 973 പുതിയ സ്കൂളുകൾക്ക് കെട്ടിടങ്ങൾ, 2,598 കോടി അനുവദിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ പുരോഗതി അക്കമിട്ട് നിരത്തുന്ന ഒരു സംഭവമാണ്. നമുക്കിത് പരിശോധിച്ചാൽ കാണാൻ കഴിയും. ഈ നയപ്രഖ്യാപനത്തിൽ ഇതൊക്കെ പറഞ്ഞിരിക്കുകയാണ് സാർ. ഉന്നത വിദ്യാഭ്യാസ രംഗവും അതിവേഗം മാറുകയാണ്. രാജ്യത്തെ മികച്ച 100 കോളേജുകളിൽ 16 കേരളത്തിലാണ്. ഈ രംഗത്ത് ഒട്ടേറെ പുതിയ പദ്ധതികളാണ് നടപ്പിലാക്കി വരുന്നത്. എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെയും ഗവർണർമാരുടെയും ഇടപെടലുകൾ ഈ രംഗത്ത് ധാരാളം പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. സർ, എങ്കിലും അടുത്ത ഏതാനും വർഷങ്ങൾ കൊണ്ട് കേരളം ഉന്നത വിദ്യാഭ്യാസ ഹബ്ബായി മാറുക തന്നെ ചെയ്യും.
സാർ, മികച്ച 10 സർവകലാശാലകൾ 2 കേരളത്തിലാണ്. ഇന്ത്യയിൽ ഇന്നത്തെ സ്ഥിതി അതാണ്. മികച്ച ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ 200 എണ്ണത്തിൽ 42 കേരളത്തിലാണ്. ശാസ്ത്ര സാങ്കേതിക മേഖല ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി യാഥാർത്ഥ്യമാക്കിയതും നമ്മുടെ സംസ്ഥാനത്തായിരുന്നു എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കുകയാണ്. ആരോഗ്യരംഗത്ത് കഴിഞ്ഞ 4 വർഷങ്ങൾക്കുള്ളിൽ മാത്രം 30 ലക്ഷം പേർക്കാണ് 7200 കോടി രൂപയുടെ സൗജന്യ ചികിത്സ നൽകിയത്. സാർ, ശിശു മരണ നിരക്ക് ദേശീയ ശരാശരി 25 ആണെങ്കിൽ കേരളത്തിലത് 5 മാത്രമാണ്. ആശുപത്രികളുടെ സൗകര്യം വർദ്ധിപ്പിച്ചാലും കൂടുതൽ ഡോക്ടർമാരും നഴ്സുമാരും നിയമിക്കപ്പെട്ടതിനാലും ആവശ്യത്തിന് മരുന്നുകളും ഉപകരണങ്ങളും ലഭ്യമായതിനാലും സർക്കാർ ആശുപത്രികളിലെ തിരക്ക് അസാധാരണമായി ഉയരുന്നത് നമുക്ക് കാണാൻ കഴിയും. സാർ, ആരോഗ്യമേഖലയിലെ ആർദ്രം മിഷനിലൂടെ വലിയ വികസനം കൊണ്ടുവന്നു. 2016 ആരോഗ്യമേഖലയ്ക്ക് നീക്കിവെച്ചത് 655 കോടിയായിരുന്നു. ഇന്ന് അത് 3000 കോടി രൂപയാണ്. സാർ, അങ്ങനെ നമുക്ക് ഈ മാറ്റം കേരളത്തിൻ്റെ ആരോഗ്യമേഖലയിൽ കാണാൻ കഴിയാവുന്നതാണ്. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രികളുടെ അടിസ്ഥാന വികസനത്തിന് 17 പ്രോജക്റ്റുകൾക്കായി 3200 കോടി രൂപ രണ്ടാം LDF സർക്കാർ പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അനുവദിച്ചു. സാർ, കോവിഡിന് എതിരെയുള്ള നമ്മുടെ ചെറുത്തുനിൽപ്പ് ലോകവും രാജ്യവും ശ്രദ്ധിച്ചതാണ്. അതിൽ നാം നേടിയിട്ടുള്ള മുന്നേറ്റം വളരെ വലുതായിരുന്നു. സാർ, വേദന അനുഭവിക്കുന്ന, ഒറ്റപ്പെട്ട് കഴിയുന്ന, പരസഹായം ആവശ്യമുള്ള സകലരുടെയും ഒരു ഭരണ സംവിധാനം സകലരെയും കാണുന്ന ഭരണ സംവിധാനമാണിത്. സാർ, 75,000-75,000 വോളണ്ടിയർമാരാണ് സാന്ത്വന ചികിത്സാ രംഗത്ത് കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. ഇത് മറ്റെവിടെയും കാണാൻ കഴിയാത്ത കാര്യമാണ്. കിടപ്പ് രോഗികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അവർക്ക് സേവനം നൽകാനും അവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഒരുക്കാനുമാണ് ഇവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സാർ, കേരളത്തിൽ സ്റ്റാറ്റ്യൂട്ടറി റേഷനിങ് സംവിധാനം ആരംഭിച്ചത് 1966 ദാരിദ്ര്യത്തിൻ്റെ കാഠിന്യം കുറച്ചു കൊണ്ടുവരാൻ ആ സംവിധാനം പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ 80കളിൽ നായനാർ സർക്കാരിൻ്റെ കാലത്ത് ഭക്ഷ്യവകുപ്പ് മന്ത്രിയായ ഈ ചന്ദ്രശേഖരൻ നായർ വന്നതോടുകൂടി ഈ രംഗത്ത് വലിയ ചലനമാണ് സൃഷ്ടിക്കപ്പെട്ടത്. മാവേലി സ്റ്റോറുകൾ അതൊരു തുടക്കമായിരുന്നു. ഏറ്റവും മാതൃകാപരമായിട്ടാണ് ഭക്ഷ്യ സുരക്ഷാ നിയമം കേരളം നടപ്പിലാക്കി വരുന്നത്. ഒരു ഘട്ടത്തിൽ ഇടത്തരക്കാർ പൊതുവെ റേഷൻ കടകളിൽ നിന്ന് അകന്നു നിന്ന സാഹചര്യമുണ്ടായിരുന്നു. സാർ, എന്നാൽ ഇപ്പോഴത്തെ സർക്കാരിൻ്റെ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഇടപെടലിൻ്റെ ഫലമായി മുഴുവൻ കുടുംബങ്ങളുടെയും ആശ്രയ കേന്ദ്രമായി റേഷൻ കടകൾ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. സാർ, ഇവിടെ നിത്യോപയോഗ സാധനങ്ങളെ വില നിയന്ത്രിക്കുന്നതിലും കാലാകാലമുള്ള അടിയന്തര ഇടപെടലുകൾ സംസ്ഥാന ഒരു മാതൃകയായി എടുത്തു കാണിക്കാൻ കഴിയും. ആഘോഷവേളകളിൽ വിലക്കയറ്റമെന്ന അവസ്ഥ ഇന്നില്ല. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരമായത് കർഷക സമൂഹത്തിന് ആശ്വാസം പകർന്ന ഘടകമായിരുന്നു. സാർ, 1966 സാർ ഇവിടെ ചൂണ്ടിക്കാണിച്ചു. എന്നാൽ NFSA നിയമം പ്രാബല്യത്തിൽ വന്നതോടെ 43% വരുന്ന മുൻഗണനാ വിഭാഗത്തിന് മാത്രമായിരുന്നു റേഷൻ. അതായത് 1,84,040 പേർ. എന്നാൽ കേരള സർക്കാർ മുൻഗണനേതര വിഭാഗങ്ങളെ നീല വെള്ള കാർഡുകളുമായി വേർതിരിച്ച് അവരെയും റേഷൻ പരിധിയിൽ ഉൾപ്പെടുത്തി അർഹരായവർക്ക് 5,27,861 കുടുംബങ്ങൾക്ക് മുൻഗണനാ കാർഡുകൾ നൽകുകയുണ്ടായി. സാർ, കേരളത്തിലെ എല്ലാ ഗ്രാമങ്ങളിലുമായി 13,861 റേഷൻ കടകളുണ്ട്. ഒറ്റപ്പെട്ട മലയോര പ്രദേശങ്ങളിൽ താമസിക്കുന്ന ഗോത്രവർഗ കുടുംബങ്ങളുടെ ഭക്ഷ്യധാന്യം എത്തിക്കുന്നതിന് 10 ജില്ലകളിലായി 21 താലൂക്കുകളിൽ 137 ആദിവാസി ഉന്നതികളിലേക്ക് സഞ്ചരിക്കുന്ന റേഷൻ കാർഡുകൾ എത്തുന്നു. കിടപ്പ് രോഗികൾക്ക് ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ സഹായത്തോടെ വീടുകളിലേക്ക് ഭക്ഷ്യ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നു. സാർ, ഇത്തരമൊരവസ്ഥ മറ്റ് ഏത് സംസ്ഥാനത്താണ് സാർ നമുക്ക് കാണാൻ കഴിയുക? അതുകൊണ്ട് ഭക്ഷ്യധാന്യങ്ങളുടെ മാത്രമല്ല മറ്റാവശ്യ നിത്യോപയോഗ വസ്തുക്കളുടെയും ലഭ്യതയും മറ്റും ഉറപ്പുവരുത്തുവാൻ സംസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നത് ഈ സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിക്കുകയാണ്. സാർ, കോവിഡ് മഹാമാരിയും പ്രളയവും പോലുള്ള ദുരന്തഘട്ടങ്ങളിൽ സർക്കാർ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിച്ചു. ആരും പട്ടിണി കിടക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തുന്ന 13 മാസങ്ങളിലായി 5,505 കോടി രൂപ ചെലവിട്ട് 11 കോടിയിലധികം ഭക്ഷ്യക്കിറ്റുകൾ എല്ലാ കുടുംബങ്ങൾക്കും നൽകിയത് ഈ ഗവൺമെൻറ് കാലത്താണ്. സാർ, LDFൻ്റെ കാലഘട്ടത്തിലാണ്. വൻകിട ഭക്ഷ്യോൽപാദക
സംസ്ഥാനങ്ങൾ പോലും പലപ്പോഴും ഭക്ഷ്യദൗർലഭ്യവും പട്ടിണിയും നിലനിൽക്കുന്നുണ്ടെങ്കിൽ പക്ഷേ അത് കേരളത്തിൽ നമുക്ക് ഇന്ന് കേൾക്കാൻ കഴിയാത്ത സംഭവമായി മാറിയിരിക്കുകയാണ് സാർ. അത്തരമൊരു സ്ഥിതിയില്ല. 1996 സർക്കാർ കുടുംബശ്രീ സംവിധാനത്തിലുള്ള സ്ത്രീ മുന്നേറ്റത്തിന് അടിത്തറയൊരുക്കി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നിങ്ങളുടെ വാർഷിക പ്ലാനിൻ്റെ 10% സ്ത്രീകൾക്കായി നീക്കിവെച്ചു. ഇതിൻ്റെയൊക്കെ ഭാഗമായി ഇന്ന് ആ മേഖലയുണ്ടായിട്ടുള്ള മാറ്റം വലിയ പുരോഗതിയാണ് നമ്മുടെ സംസ്ഥാനത്തുണ്ടാക്കിയിരിക്കുന്നത്. സംസ്ഥാനത്തിൻ്റെ മൊത്തം ജനസംഖ്യ 23%-ലധികം പേർ വയോജനങ്ങളാണ്. നമ്മൾ അവരെ സംരക്ഷിക്കാൻ സമൂഹത്തിൻ്റെ ബാധ്യതയാണെന്ന് അത് ഏറ്റെടുക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചത് സമീപകാലത്താണ്. വയോജന ക്ഷേമത്തിന് രാജ്യത്ത് ഒന്നാമത് കേരളം സംസ്ഥാനം വയോജന മിഷൻ രൂപീകരിച്ചു. ആശ്വാസകിരണം, അതുപോലെ അഭയകിരൺ, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി തുടങ്ങിയ മേഖലകളിൽ നിന്ന് ആവശ്യമായ സഹായങ്ങളെല്ലാം നൽകാൻ തയ്യാറായി. ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ് സാർ. ഈ മേഖലയിൽ അതോടൊപ്പം തന്നെ കേരളം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അഭ്യസ്തവിദ്യരായ തൊഴിലില്ലായ്മയാണ്. ആ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് വേണ്ടി വൈജ്ഞാനിക കേരളം പദ്ധതിയിലൂടെ 5 ലക്ഷം പേർക്ക് തൊഴിൽ നൽകുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചിരിക്കുകയാണ് കേരളം. കേരളത്തിലെ തൊഴിൽ മേഖല ശക്തവും അതുപോലെ ഫലപ്രദവുമാണ് സാർ. ഇന്ത്യയിലാകെ സിവിൽ സർവീസ് തകർന്നുകൊണ്ടിരിക്കുകയാണ് സാർ. കേന്ദ്ര സർവീസ് മാത്രം 10.52 ലക്ഷം തസ്തികകളാണ് ഒഴിഞ്ഞു കിടക്കുന്നത് സാർ. സംസ്ഥാനങ്ങളിലെ സ്ഥിതിയും വ്യത്യസ്തമല്ല. കേരളം ഒഴികെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇപ്പോൾ 34 ലക്ഷത്തിലധികം തസ്തികകൾ ഒഴിഞ്ഞു കിടക്കുകയാണ് സാർ. LDF സർക്കാർ വന്ന ശേഷം ഉള്ള 9.5 വർഷത്തിൽ നിയമന ശുപാർശകൾ നൽകിയവരുടെ എണ്ണം 3 ലക്ഷം കവിഞ്ഞു. ഇന്ത്യയിലാകെ നടന്ന സ്ഥിരം നിയമനങ്ങളിൽ 62% നടപ്പാക്കിയത് കേരളത്തിലാണ് സാർ. അവിടെ 40,000-ലധികം തസ്തികകൾ സൃഷ്ടിച്ചുകൊണ്ടാണ് ഇത് നമുക്ക് നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് സാർ. മറ്റു കൂടുതൽ കാര്യങ്ങളൊന്നും പറയുകയല്ല. എല്ലാ സംസ്ഥാനങ്ങളിലും ദേശീയ പാതയ്ക്ക് ആവശ്യമായ ഭൂമിയുടെ കാര്യത്തിലുണ്ടായതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാട് കേരളത്തിലുണ്ടായതിനെ സംബന്ധിച്ച് സൂചിപ്പിച്ചു. 5,550 കോടി രൂപ മുൻകൂർ നൽകിയാണ് കേരളം ഭൂമിക്കാവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു. ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ച് സാർ. സമയം അവസാനിച്ചിരിക്കുന്നു. ഒറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും സാർ. ഇവിടെ 62 ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് പെൻഷൻ നൽകുകയാണ്. ഗുണഭോക്താക്കളെ പകുതിയോളം പേർക്ക് ബാങ്ക് അക്കൗണ്ട് വഴിയും ബാക്കിയുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴിയും നൽകും സാർ. ഇത് 1,050 കോടിയോളം രൂപ ഇതിനു വേണ്ടി വരും. പ്രതിവർഷം ചെലവ് 13,000 കോടി രൂപ വകയിരുത്തണം. ഈ സർക്കാർ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലയളവിൽ 35,154 കോടി വിതരണം ചെയ്തു. ഇത് 2011-16 കാലത്തെ 18 മാസത്തെ കുടിശ്ശിക ഉൾപ്പെടെയാണ്. 9.5 വർഷം കൊണ്ട് സാർ 80,671 കോടി രൂപയാണ് നൽകിയത്. സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്റിൻ്റെ പ്രത്യേകതകൾ എടുത്തു കാണിക്കുന്ന സംഭവങ്ങളാണ് ഈ നയപ്രഖ്യാപനവുമായി ബന്ധപ്പെടുത്തി ഇവിടെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഈ നയപ്രഖ്യാപനത്തിൻ്റെ ഉപക്ഷേപത്തെ ഞാൻ അനുകൂലിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. യെസ്, താങ്ക് യു.